ബദരീങ്ങളോടുള്ള സ്നേഹമായിട്ട് അവരെ കുറിച്ച് പറയുന്ന ഒരു കഥ എന്താ? ഒരിക്കൽ ഒരാൾ ഹജ്ജിന് പോയി. ഹജ്ജിന് പോകാൻ വേണ്ടി അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ ഹജ്ജിന് പോകുമ്പോ വീട്ടിൽ കാവൽക്കാരൊന്നുമില്ല. ഇയാൾ ഹജ്ജിന് പോയ തക്കത്തില് കുറെ കൊള്ളക്കാർ വന്നിട്ട് ഈ വീട് കവർച്ച ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഈ കള്ളന്മാർ ഈ വീട്ടിലേക്ക് എത്തിയപ്പോ അവർക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. കാരണം ആ വീടിന്റെ ഉള്ളിൽ നിന്ന് അടക്കിപ്പിടിച്ച സംസാരം കേൾക്കുന്നു. ആളില്ലാത്ത വീട്ടിൽ നിന്ന് അടക്കിപ്പിടിച്ച സംസാരം കേൾക്കുന്നു. വാളിന്റെ കലവിലെ ശബ്ദം കേൾക്കുന്നു. ഒരു ഭയങ്കര യുദ്ധം നടക്കുന്ന പ്രതീതി ആ വീടിന്റെ ഉള്ളിൽ നിന്ന് അനുഭവപ്പെട്ടിട്ട് ഒന്നാം ദിവസം കൊള്ളത്തലവൻ തിരിച്ചുപോയി. രണ്ടാം ദിവസം വന്നപ്പോഴും ഇതേ അനുഭവം തന്നെ. മൂന്നാം ദിവസം വന്നപ്പോഴും ഇതേ അനുഭവം തന്നെ. അങ്ങനെ ആ വീട് കവർച്ച ചെയ്യാനാവാതെ നിരാശപ്പെട്ട് കൊള്ളത്തലവൻ മടങ്ങിപ്പോയി. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വീട്ടിന്റെ ഉടമ വന്നപ്പോ, ഹാജിയാർ വന്നപ്പോ ഈ കൊള്ളത്തലവൻ പോയിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഹാജിക്കാ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആരെയാണ് കാവലിന് ഏർപ്പെടുത്തിയിരുന്നത്? അപ്പൊ അയാൾ പറയണ്, ഞാൻ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഞാൻ ബദരീങ്ങളുടെ പേരെഴുതിയിട്ട് എന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഒട്ടിച്ചു വെച്ചിരുന്നു. ബദരീങ്ങളുടെ പേരെഴുതിയിട്ട് വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഞാൻ ഒട്ടിച്ചു വെച്ചിരുന്നു. വേറെ ഒരു സംരക്ഷണവും ഞാൻ ഏർപ്പെടുത്തിയിട്ടില്ല. ഇതങ്ങ് കേട്ടപ്പോ കൊള്ളത്തലവൻ പറയുകയാണ്, അൽഹംദുലില്ലാഹ്, കേട്ടത് തന്നെ എമ്പാടും മതി, എനിക്ക് മനസ്സിലായിപ്പോയി, എന്നോട് മാപ്പാക്കണം ഹാജിയാരേ എന്ന് പറഞ്ഞിട്ട് ഹാജിയാരോട് തൗബ ചെയ്യുന്നു. ഹാജിയാരോട് പൊരുത്തപ്പെടിക്കുന്നു. ആരാ ഈ കഥ കേട്ടവൻ? ആരാണ് ഈ കഥ കണ്ടവൻ? ആരാണ് ഈ കഥ റിപ്പോർട്ട് ചെയ്തവൻ? കള്ളൻ തന്നെ. കള്ളൻ തന്നെയാണ് ഈ കഥ പറയുന്നത്. കള്ളൻ തന്നെയാണ് കക്കാൻ ചെന്നത്. കള്ളൻ തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് യുദ്ധത്തിന്റെ ഒച്ച കേട്ടത്. കള്ളൻ തന്നെയാണ് തിരിച്ചു പോകുന്നത്. കള്ളൻ തന്നെയാണ് ഹാജിക്കാനോട് ചോദിച്ചറിഞ്ഞത്. ആ കള്ളനോട് തന്നെയാണ് ഹാജിക്ക ഈ സംഭവവും പറഞ്ഞത്. അക്കള്ളൻ തന്നെയാണ് ബദർ മൗലീദിൽ ഈ സംഭവം ലോകത്തേക്ക് എഴുതിവിട്ടതും. ഇതിന് ഇസ്ലാമിൽ അതല്ലാതെ വേറെ രേഖയുമില്ല. നിങ്ങൾ നോക്കൂ, ബദരീങ്ങൾ ഈ ഹാജിയാരുടെ വീട്ടിലെ ചട്ടിയും കലവും കാവലിന് വേണ്ടി 313 ആളുകൾ വാളും കുന്തവുമായിട്ട് ഇങ്ങനെ 3 ദിവസം ഉറക്കൊഴിച്ചിട്ട് ഹാജിക്കാരുടെ വീട്ടിൽ കാവലിരുന്നു എന്നാ പറയുന്നത്. അള്ളാഹു പറഞ്ഞത് എന്താണെന്നോ, അവിടെ വെച്ച് ശുഹദാക്കള് അള്ളാഹുവിനോടൊരാഗ്രഹം ചോദിച്ചു, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഭൂമിയിലേക്കൊന്ന് പോകാൻ അനുവാദം തരുമോ? എന്തിനു വേണ്ടിയാണെന്നോ, ഇവന്റെ ചട്ടിയും കലവും കാവലിന് വേണ്ടിയല്ല, കവർച്ചക്കാരെ കവർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ല, ഞങ്ങൾക്ക് ഇനിയും യുദ്ധം ചെയ്യണം, ഇനിയും ഷഹീദായിട്ടൊന്ന് രണ്ടാമതും ഷഹീദുകളായിക്കൊണ്ട് ഇങ്ങോട്ട് മടങ്ങി വരാൻ ഒരവസരം തരുമോ എന്ന് ചോദിച്ചപ്പോ റബ്ബുൽ ഇസ്സത്ത് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചതെന്താണെന്നോ, സബഖ മിന്നീ, എന്നിൽ നിന്ന് മുൻകടന്നു പോയിട്ടുണ്ട് അൽ ഖൗലു, ഒരു വാക്ക്, നിങ്ങൾ ഇനി ആ ഭൂമിയിലേക്ക് മടക്കപ്പെടുന്നവരല്ല എന്ന് എന്റെ തീരുമാനം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഭൂമിയിലോട്ട് ഭൗതിക ലോകത്തേക്കൊരു മടക്കം നിങ്ങൾക്കില്ല. നിങ്ങളുടെ ആശ എന്താണെങ്കിൽ അത് ഞാൻ അവർക്ക് അറിയിച്ചോളാം എന്നല്ലേ അല്ലാഹു പറഞ്ഞത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശമാണോ സ്വീകരിക്കേണ്ടത്? അതോ ഈ ബദർ മൗലീദിലെ ഈ കള്ളൻ പറഞ്ഞിട്ടുള്ള വർത്തമാനത്തിൽപ്പെട്ട ഈ ഹാജിക്കായുടെ വീട്ടിലെ ചട്ടിയും കലവും കാക്കാൻ വേണ്ടിയിട്ട് ബദരീങ്ങൾ 3 ദിവസം അവിടെ വീട്ടിന്റെ ഉള്ളിൽ കലവിലെ ശബ്ദമുണ്ടാക്കി കാത്തിരുന്നു എന്ന് പറയുന്ന കഥ മുസ്ലിമീങ്ങൾ വിശ്വസിക്കണോ? അതല്ലേ തലയണ വെച്ചിട്ട് മാസം 17 ചൊല്ലുന്നത്? അത് ഇസ്ലാമികമാണോ? ബുദ്ധിയുള്ളവർ ചിന്തിച്ചോ? ഇനി അതാ നിങ്ങൾ നോക്കൂ, ബദരീങ്ങളുടെ പേരെഴുതി വെച്ചപ്പോ കവർച്ച നടന്നില്ലാന്നല്ലേ പറഞ്ഞത്? ബുദ്ധിയുള്ള മുസ്ലിമീങ്ങളെ ചിന്തിച്ചു നോക്കൂ. ബദരീങ്ങൾ എന്ന് പറയുന്ന ബദറിൽ പങ്കെടുത്ത ആളുകൾ 2 കാലിലൂടെ ഈ ഭൂമിയിലൂടെ നടന്നിരുന്ന കാലത്ത് കവർച്ചയുണ്ടായിട്ടുണ്ട്. ഉദാഹരണം നോക്കൂ, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് കൂഫയിലെ ഗവർണറായിട്ട് നിയമിച്ചിരുന്നത് സഅദ് റളിയല്ലാഹു അൻഹു എന്ന പേരുള്ള ബദരീങ്ങളെയായിരുന്നു. സഅദുൻ സഈദുൻ എന്ന് പറയപ്പെടാറുള്ള മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളാണ്. ആ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂഫയിലെ ഗവർണറായി ഉമർ ഖത്താബ് നിയമിച്ചപ്പോ ഒരു ദിവസം അതാ ആ കൂഫയിലെ ഗവർണറായ സഅദ് റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് ഒരു റിസാല, ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. എന്താണ് പ്രശ്നമെന്നോ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, പൊതു ഖജനാവിലെ സ്വത്ത് എന്റെ വീട്ടിലൊരു ഭാഗത്ത് ഞാൻ വെച്ചിരുന്നു, അത് കള്ളന്മാര് വന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി, ആ സ്വത്ത് കള്ളന്മാര് കൊള്ളയടിച്ചു കൊണ്ടുപോയി എന്ന് അമീറുൽ മുഅ്മിനീന്റെ മുമ്പിലേക്ക് പരാതി അയക്കുകയാണ്. ആര്? ബദരീങ്ങളായ സഅദ് റളിയല്ലാഹു അൻഹു. ആരോടാ പരാതി? ബദരീങ്ങളായ മറ്റൊരു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പേരുള്ള മറ്റൊരു ബദരീങ്ങൾക്ക് ആ കത്ത്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ, ബുദ്ധിയുള്ളവർ ചിന്തിച്ചോ.
സഅദ് റളിയല്ലാഹു അൻഹു എന്ന ബദരീങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ച് കൊള്ളയടിക്കപ്പെടുന്നു. സഅദ് റളിയല്ലാഹു അൻഹു അത് അറിഞ്ഞില്ല. കവർച്ച ചെയ്യപ്പെട്ട വിവരം പിറ്റേ ദിവസം അറിഞ്ഞപ്പോൾ കവർച്ച ചെയ്യപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അമീറുൽ മുഅ്മിനീനിന് കത്തയക്കുകയാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ബദരീങ്ങൾ പരിഹാരം നിർദ്ദേശിച്ചതെന്താ? സഅദേ, ഇനി മുതൽ ബദരീങ്ങളുടെ പേരെഴുതി ഒട്ടിച്ചോ, എന്നാ പിന്നെ കളവ് നടക്കൂല എന്നാണോ പറഞ്ഞത്? അതല്ല, മറിച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താണെന്നോ, പള്ളിയുടെ ആ പരിസരത്തേക്ക് പൊതുഖജനാവ് മാറ്റിക്കോ. കാരണം പള്ളിയാകും 5 നേരം ആൾപെരുമാറ്റമുണ്ടാകും പള്ളിയിൽ, അതുകൊണ്ട് കൊള്ളക്കാർക്ക് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ താങ്കളുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള പൊതുഖജനാവ് മാറ്റിയിട്ട് പള്ളിയിലേക്ക് മാറ്റിക്കോ എന്ന പരിഹാരമാണ് ബദരീങ്ങളായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റേ ബദരീങ്ങളായ സഅദ് റളിയല്ലാഹു അൻഹുവിന് നിർദ്ദേശിക്കുന്നത്. ഏത് പാതയാ സ്വീകരിക്കേണ്ടത്? ഉമർ ഖത്താബ് തങ്ങൾക്ക് ബദരീങ്ങളോട് സ്നേഹല്ലേ? സഅദ് റളിയല്ലാഹു അൻഹുവിന് ബദരീങ്ങളോട് സ്നേഹല്ലേ? കവർച്ച ചെയ്യപ്പെടുകയാണ് അവർ ജീവിച്ചിരിക്കുമ്പോ തന്നെ. എന്നിട്ടാണ് ഈ ആദിക്കാന്റെ വീട്ടിലെ ചട്ടിയും കലവും കാക്കാൻ വേണ്ടിയിട്ട് ആര് വരുന്നത്? 313 വാളും കൊണ്ടുപോയിട്ട് അതും 3 ദിവസം ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നത്. ഇത് ചൊല്ലുന്ന ബദർ മൗലീദ്, ഈ മൗലീദ് ചൊല്ലിയിട്ടാണോ ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളവെന്ന ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൂടെ? സാധാരണക്കാർക്ക് ആലോചിച്ചുകൂടെ? ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇത് ഒഴിവാക്കാൻ മടിയുണ്ടാകും. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് ആ പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതം ഇതുകൊണ്ടല്ലല്ലോ. നിങ്ങളുടെ വിശ്വാസത്തിനല്ലേ നിങ്ങൾ മേന്മ നൽകുന്നത്, നിങ്ങളുടെ അഖീദക്കല്ലേ നിങ്ങൾ പവർ നൽകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കെട്ടുകഥകളിൽ നിന്ന് മോചനം നേടിക്കോ. ഇനി നിങ്ങൾ നോക്കിക്കോ. വേറൊന്നെന്താ? രണ്ടാമത്തെ കഥ, ബദർ മൗലീദിൽ പറയുന്ന രണ്ടാമത്തെ കഥ.